പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. അയ്യോ ഷെബിനെ, ഇത് കൃഷിസ്ഥലം ഒന്നുമല്ല, കൃഷി ഓഫീസ് ഒന്നുമല്ല, ഇത് രജിസ്ട്രാർ ഓഫീസാണ്. ഇത് രജിസ്ട്രാർ ഓഫീസാണെന്ന് രജിസ്റ്റർ ചെയ്യുന്ന പാട്ടിടാനിയാ. ഗുഡ് മോർണിംഗ്. താൻ പിയൂണാണോടോ? സാറ് പിയൂണെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആയി. നീ എന്നെ സാറേന്ന് വിളിച്ചോണ്ട് ഞാൻ രജിസ്ട്രാർ ആണെന്ന ക്യാരക്ടർ രജിസ്റ്റർ ആയി. അപ്പൊ കാര്യങ്ങൾ രജിസ്റ്റർ ആയി സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അല്ല, ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയിരുന്നു. ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം നോക്കി നടന്നാ മതിയോ? സ്വന്തമായിട്ടൊരു കല്യാണമൊക്കെ വേണ്ടേ? സാറ് മിനിയാന്ന് അവിടെ പോയിരുന്നു. ഞാൻ മിഞ്ഞാന്ന് എന്റെ റിലേഷനിൽ ഒരു മരണം ഉണ്ടായിരുന്നു, അവിടെ പോയതാ. റിലേഷന്റെ മരണത്തിനൊക്കെ പോയി നടന്നാ മതിയോ? ഒരു മരണമൊക്കെ വേണ്ടേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞു. അല്ല സാർ, ഇതേ സാറിന് പഞ്ചായത്ത് ഓഫീസറിന്റെ പരിചയമുണ്ടല്ലോ? ഉണ്ടല്ലോ. ഇത് ഒന്ന് കൊടുത്തേക്ക്, ഒരു അപേക്ഷയാണ്. എന്താ അപേക്ഷ? ഇത് വിധവ ചേച്ചിയുടെ വിമല പെൻഷന്റെ അപേക്ഷ. എങ്ങനെ തെറ്റിപ്പോയി? വിമല ചേച്ചിയുടെ വിധവ പെൻഷനുള്ള അപേക്ഷ. ഈ വിമല ചേച്ചി എന്ന് പറഞ്ഞ നിന്റെ വീടിന്റെ അടുത്തല്ലേ? എന്റെ വീടിന്റെ ബാക്കിലുള്ള. അവര് ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെന്തിനാണ്? ജീവിച്ചിരിപ്പുണ്ട്. അഥവാ പുള്ളിക്കാരൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ അപേക്ഷ എല്ലാം കൊടുത്ത് ഈ സാങ്ഷനായി വരുമ്പോ കുറെ താമസം. ഇതാവുമ്പോ ഇപ്പോഴേ അപേക്ഷ ഇട്ട് കഴിഞ്ഞാലേ മരിച്ചെന്റെ പിറ്റേ പെൻഷൻ കിട്ടും. അടിപൊളി. പെൻഷന്റെ കാര്യമല്ലേ? എന്റെ ഭാര്യ എടുത്തൊന്ന് അപേക്ഷിച്ച് വെച്ചേക്കാൻ പറയണം കേട്ടോ. ആണല്ലേ? ഞാൻ പറഞ്ഞേക്കാം. നിന്നെയൊക്കെ ഏത് മണ്ടനാണ് ഈ ഗവൺമെന്റ് ജോലിയിൽ എടുത്തത്? സാറിന് എടുത്ത അതേ മണ്ടൻ തന്നെയാണ് എന്നെയും ജോലിയിൽ എടുത്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇതുപോലത്തെ വളിപ്പ് കൗണ്ടറൊക്കെ നീ അവിടുന്ന് എഴുതി എടുക്കുന്നതാണോ അതോ ഡൗൺലോഡ് ചെയ്യുന്നതാണോ? ഇത് രണ്ടുമല്ല. പിന്നെ മുരളി ഗിന്നസ് പറഞ്ഞ ഒരാള് എനിക്ക് തന്നു വിടുന്നത്. ബ്രോ ആരാണ് ബ്രോ? രജിസ്റ്റർ ബ്രോ? രജിസ്റ്റർ ബ്രോ? രജിസ്റ്റർ ബ്രോ അതാണ്, ഞാൻ പിയൂണാണ്. എന്താണ്? അല്ല, ഞാനും ഒരു പെൺകുട്ടിയായിട്ട് വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നേ. രജിസ്റ്റർ വിവാഹം കഴിക്കണം. അതങ്ങനെ ശരിയാവും? നീ ഒരു പെൺകുട്ടിയായിട്ട് വർഷങ്ങളായിട്ട് റിലേഷനിലാണ്, പിന്നെ എങ്ങനെ രജിസ്റ്റർ നീ കല്യാണം കഴിക്കും? അല്ല, എനിക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കണം. മോശമാണ്. പുള്ളിക്കാർ അങ്ങനെ ആളല്ല. സാർ അങ്ങനെ താളാണ് സാർ. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കൂടെ? ഞാൻ പറഞ്ഞ അതല്ല. ഞാനും ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. അതാണ് പേര്. ടിക്കു. ബിക്കു. അമ്മയുടെ പേര് ലിങ്കോ. വെറൈറ്റി പേരുകളാണല്ലോ. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടാ? ഒരു പട്ടിയും കൂടെ ഉണ്ട്. അതിന്റെ പേരെന്താ? സുധാകരൻ. പട്ടിക്കെങ്കിലും മനുഷ്യന്റെ പേര് കിട്ടിയല്ല. കൊള്ളാം. ഇതാണ് നിങ്ങളുടെ അപേക്ഷ. ഈ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അല്ല, അത് കല്യാണത്തിന് മുമ്പ് വേറൊരു ഗെറ്റപ്പായിരുന്നു. ആണല്ലേ? കല്യാണമൊക്കെ ആയപ്പോ ഒന്ന് സെറ്റ് ആയതാ. അത് ശരി. അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വന്നാണല്ലേ? അതെ അതെ, മുട്ടി നിൽക്കുക. അത് ബ്രോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ശരിക്കും ഈ മാരേജ് ആക്ട് എന്താണെന്ന് തനിക്കറിയോ? എനിക്കറിയാം മാരേജ് ആക്ട് എന്താണെന്ന്. അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് ആക്ട് ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയോട് ആക്ട് ചെയ്യുന്നു, ഇവര് രണ്ടുപേരും സന്തോഷമാണെന്ന് വീട്ടുകാരോട് ആക്ട് ചെയ്യുന്നു, വീട്ടുകാരും ഇവരും ചേർന്ന് നാട്ടുകാരോട് ആക്ട് ചെയ്യുന്നു. മാരേജ് ആക്ട്. ഇതല്ല മാരേജ് ആക്ട്. മാരേജ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കൂലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ മാരേജ് ആക്ട് ചെയ്യും. ഇങ്ങനെ മാരേജ് ആക്ട് ചെയ്യുമ്പം ക്യാമറ വരും. അപ്പൊ ഈ മാരേജ് ആക്ട് മാനേജ് ആക്ട് ആയി മാറ്റി ഇങ്ങനെ സ്ലോയില് ക്യാമറ പോകും, വീണ്ടും മാരേജ് ആക്ട്. ഇതാണ് മാരേജ് ആക്ട്. ഇതാണ് മാരേജ് ആക്ട്. കറക്റ്റ് അല്ലേ സാർ? അത് കറക്റ്റ് ഒന്നും അല്ല. ഇനിയിപ്പോ ഞാനിത് പറയാൻ പോളൂ. എന്നാലും കല്യാണം കഴിക്കാൻ വന്നല്ലേ പുള്ളി. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാറേ, കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന് അത്യാവശ്യമായി വേണ്ടത് എന്താണെന്ന് എനിക്കറിയോ? ഒരു സ്മാർട്ട് ഫോണും അൺലിമിറ്റഡ് ഡേറ്റയും. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. ഭക്ഷണം കഴിക്കണ്ടേ? ഓൺലൈനിൽ ഓർഡർ ചെയ്യും. വസ്ത്രം വാങ്ങണ്ടേ? ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അയ്യോ, താമസിക്കണ്ടേ? ഓൺലൈനിൽ റൂം എടുക്കും. ഇതിനൊക്കെ പൈസ വേണ്ടേ? ഓൺലൈനിൽ ലോൺ എടുക്കും. ഇതെങ്ങനെ തിരിച്ചടക്കും? അവൾ അപ്പൊ അടയ്ക്കും. അതിലല്ലേ കല്യാണം കഴിക്കും. സാറേ, ഇവന്റെ ഒന്നുമില്ല, വേറെയും കൂലിയാ നടക്കണത്. അപ്പൊ ഉണ്ടാക്കിയിരിക്കുമല്ലേ? സ്വത്തോ? അല്ല, എന്നെ. നിന്റെ ഒന്നുമില്ലേ? എല്ലാം ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ നിൽക്കും. സാറേ, ഇവന് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല. ആരും വേണ്ട. എന്റെ വിവരവും വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അറിയാമോ? ഏത് കോളേജിൽ? കോളേജിൽ. അങ്ങനെയാണെങ്കിൽ കോളേജിൽ എന്താണ് മെയിൻ? ക്ലാസ് കട്ടിയത് സിനിമ കാണാൻ പോകുന്നതാണ് മെയിൻ. അതല്ല, ഈ കോളേജിൽ മെയിൻ ആയിട്ട് പഠിച്ചത് എന്താണെന്ന്? സിഗരറ്റ് വെള്ളം ഒടിക്കാൻ പഠിച്ച്, സിഗരറ്റ് വലിക്കാൻ പഠിച്ച്, പിന്നെ പ്രേമിക്കാൻ പഠിച്ച്, പിന്നെ ബസ്സിൽ കയറിയിട്ട് അതല്ല ജംഗ്ഷനിൽ ഇറങ്ങാൻ വരാൻ ഞാൻ പഠിച്ചു. അപ്പൊ പെണ്ണ് വന്നില്ല കല്യാണം കഴിക്കാൻ? പെണ്ണ് വന്നില്ല. പെണ്ണ് വന്നില്ല. പെണ്ണ് ഓൺലൈനിൽ വരുമായിരിക്കും.
സാറേ എവിടെ അവിടെ ആംബുലൻസ് തീ പിടിച്ചതല്ല തീ പിടിച്ചതല്ല ഹലോ ബേബി ഐ ആം ഇൻസൈഡ് ദ റൂം വെൽക്കം ഓക്കെ അല്ല വേണ്ട ഇതല്ല ഇതല്ല ഇതല്ലെന്നാ അങ്ങനെ അല്ല അങ്ങനെയല്ലെന്നാ അയ്യോ ഇങ്ങനെ അല്ലെന്ന് അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പം ഈ സെറ്റ് സാരിയെ കൊടുത്തു മുല്ലപ്പൂ കൊച്ചു ചിമുക്ക കമ്മലൊക്കെ ഇട്ടോണ്ട് പറഞ്ഞ കല്യാണം ഇതെന്തോന്ന് എന്റെ ടിങ്കു ചേട്ടാ സെറ്റ് സാരിയെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് മറ്റേ താലപ്പൊലിയോടുകൂടി വരാനേ ഇത് ടിങ്കു ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പോണ കല്യാണമൊന്നും അല്ലല്ലോ. നമ്മളെ ഫോൺ വഴി മാത്രം പ്രേമിച്ച് അങ്ങനെ വന്നതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റൂ. അല്ല ഈ സാരിയെ കൊടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു റീൽസ് ചെയ്യാറുണ്ട്. എള്ളോളം തരി പൊന്നന്നി തഞ്ചാവൂര് പട്ടം. എന്തിനാ? അല്ല അതെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവരുടെ ദേശീയ ഗാനം. അതുകൊണ്ട് പറയാം. ഒന്നും എടുത്തില്ലേ? ചാർജർ എടുത്ത്. ചാർജർ അല്ല, പവർ ബാങ്ക്. പവർ ബാങ്ക് ചാർജർ ഒന്നും അല്ല. സാധനങ്ങളൊന്നും എടുത്തില്ലേ? എടുത്തങ്ങിരിക്കില്ലേ? അവിടെ ഇരിക്കണോ? വീട്ടിൽ നിന്ന് എന്തോന്നൊന്നും പറഞ്ഞിറങ്ങി. കൂട്ടുകാരിയുടെ വീട്ടിൽ പോണെന്നും പറഞ്ഞ ഇറങ്ങിയത്. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി എന്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കാമുകന്റെ കൂടെ പോയി. അടിപൊളി കേട്ടാ. പക്ഷേ ഈ കൂട്ടുകാരിയെ നിന്റെ വീട്ടുകാർ കാണുന്നതിന് മുമ്പ് നമുക്ക് കെട്ട് നടത്തണം. എന്താന്ന്? കൂട്ടുകാരിയെ നിന്റെ വീട്ടുകാർ കണ്ടത് പൊളിയുന്നതിന് മുമ്പ് നമുക്ക് കെട്ട് നടത്തണോന്ന്. അപ്പൊ കൂട്ടുകാരി എന്റെ വീട്ടുകാര് കണ്ട എന്റെ വീട്ടുകാർ സത്യം അറിയും. എന്റെ വീട്ടുകാർ സത്യം അറിഞ്ഞാ അവരെന്നെ അന്വേഷിച്ച് ഇവിടെ വരും. എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നാ ടിങ്കു ചേട്ടനായിട്ടുള്ള എന്റെ കല്യാണം നടക്കൂല. 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 ഇത് നാസിക് ഡോൾ അല്ല ഇങ്ങനെ ടക 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 ടക. ടെൻഷൻ വന്ന ഇങ്ങനെയാ. ടിങ്കു ചേട്ടന് വേദനിച്ചോ? പിന്നെ ഞാനാണെങ്കിൽ ടെൻഷൻ വന്ന ഇങ്ങനെയാ. ഒരു ദിവസം ടെൻഷൻ വന്നപ്പോ ഞാൻ അമ്മയെ പിടിച്ച് കടിച്ച്. വേറെ ദിവസം എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ടെൻഷനകത്ത് വിട്ട്. അച്ഛൻ ഗൾഫിൽ പോയി. അല്ല, കരക്ക് കയറി വന്ന പിറ്റേ ദിവസം തന്നെ ഗൾഫിൽ പോയി. പിന്നെ വന്നിട്ടേ ഇല്ല. പക്ഷേ എല്ലാ ദിവസവും എന്റെ അച്ഛനെ എനിക്ക് പൈസയൊക്കെ അയച്ചു തരും ഓൺലൈൻ വഴി. അതെ, കല്യാണം നടത്താൻ വന്നല്ലേ. കല്യാണം നടത്തണമെങ്കിൽ സാക്ഷികൾ വേണം. നിങ്ങൾക്കൊരു സാക്ഷി, ഇദ്ദേഹത്തിന് ഒരു സാക്ഷി. അല്ല സാറേ, ഒരു സാക്ഷി പുറത്ത് ഇപ്പൊ ഉണ്ട്. ആയിക്കോട്ടെ. ഒരു സാക്ഷി എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ വിളിക്കട്ടെ. വരാന്ന് പറഞ്ഞേട്ടാ. ഹലോ ഡാ, എവിടെടാ? ബ്ലോക്കാ? 5 എന്തോടെ ഇത്? എടാ പെട്ടെന്ന് വാ, 5 മിനിറ്റ് സമയമുള്ളൂ, പെട്ടെന്ന് വാട്ടാ. സാറേ, ഇത് മന്ത്രിയാൻ കണ്ട പോണോണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കണം. അവന്മാരവിടെ പെട്ട് നിൽക്കുക. 5 മിനിറ്റ് അവന്മാരിപ്പോ വരും. ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇത് നടത്തണ്ടേ? നിങ്ങളെ സമയത്താണോ നമ്മൾ നിൽക്കുന്നത്? 5 മിനിറ്റ് ഉണ്ട്. മന്ത്രി വരൂലേ? മന്ത്രി വന്നില്ലെങ്കിൽ ബ്ലോക്ക് മാറൂലേ? ബ്ലോക്ക് മാറിയില്ലെങ്കിൽ എന്റെ കല്യാണം നടക്കൂലേ? എന്റെ കല്യാണം നടക്കൂലേ? കല്യാണം നടക്കൂലേ? കല്യാണം നടക്കൂല. ടിങ്കുച്ചേട്ടൻ കല്യാണം നടക്കൂല. ടെൻഷൻ വന്നാ ഇങ്ങനെയാണല്ലേ. ടിങ്കുച്ചേട്ടന് വേദനിച്ചോ? സാറേ, കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കാം. സാറേ, ഇനിയിപ്പോ സാക്ഷി വരാൻ സമയം എടുക്കുമല്ലോ. എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവര് സൈൻ ചെയ്യട്ടല്ലേ സാറേ? ഒരു സൈൻ ചെയ്തോട്ടെ, സാക്ഷി വരുമ്പോ ചെയ്താൽ മതി. മതി മതി. ഇപ്പൊ ചെയ്യാ സാറേ, പിന്നീട് ചിലപ്പോ ഞാൻ കാണൂല. ഓക്കെ ഓക്കെ, സൈൻ ചെയ്തോളൂ, സൈൻ ചെയ്തോളൂ. ഇവിടെ സാറേ, ഇവിടെ സൈൻ ചെയ്യും. എവിടെ? ഇവിടെ ടെൻഷൻ വേണ്ട. ഇവിടെ ഇവിടെ ആണോ? അല്ല സാറേ, ഈ ഇടിച്ചലേതെ ഒരു ഞരമ്പിന് ചെറിയൊരു പ്രശ്നം. പെട്ടെന്ന് ഇത് തെളിയണില്ല സാർ. ഇത് തെളിയണില്ല സാറേ. തെളിയുന്നില്ലേ? ഇല്ല. നോക്കട്ടെ, സൂക്ഷിച്ചു നോക്കൂ. സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. തെളിയുന്നില്ല സാറേ. കാഴ്ച കുറവുണ്ട്, അതാണ് തെളിയാത്തത്. സാറേ നോക്ക് സാറേ, ഇത് തെളിയുന്നില്ല സാറേ. ഓ, ഇതാണ് പേന. അവിടെ തെളിയണില്ല. തെളിയല്ല സാർ. പേന തെളിയണില്ലേ? അയ്യോ, പേന തെളിയണില്ലേ? പേന പോയാ അപ്പൊ ഒപ്പിടാൻ പറ്റൂലേ? അയ്യോ, അപ്പൊ എന്റെ കല്യാണം നടക്കൂലേ? എന്റെ കല്യാണം നടക്കൂലേ? എന്റെ കല്യാണം നടക്കൂല. എന്റെ കല്യാണം
കല്യാണം നടക്കൂല, എന്റെ കല്യാണം നടക്കൂല, എന്റെ കല്യാണം നടക്കൂലേ, നടക്കൂലേ, നടക്കൂലേ. ടെൻഷൻ വന്നാ ഇങ്ങനെയാണല്ലേ? ടിങ്കുച്ചേട്ടന് വേദനിച്ചോ? സാറേ പെട്ടെന്ന് കല്യാണം നടത്തണേ സാറേ. ഇല്ലെങ്കിലേ സാക്ഷിയൊന്നും നോക്കി നിക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോ സാക്ഷിയൊക്കെ വരുമ്പോ നിങ്ങൾ എന്റെ മരണത്തിന് സാക്ഷി പറയേണ്ടി വരും. അതുകൊണ്ടാണ്. ചായ പിടിച്ചിട്ടാവും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടാ. സമയത്രേ 11 മണി. എപ്പോഴേ കൊണ്ടുവരണം? ഒരു ഉത്തരവാദിത്വം വേണ്ടേ? എന്തോ ചേട്ടാ? അത് പ്രശ്നമൊന്നുമില്ല. എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോനാണ് ഇവിടെ ചായയും കൊണ്ടുവന്ന. ഒരു പക്ഷേ നമ്മളെങ്ങാനും കണ്ടു കഴിഞ്ഞ പുള്ളി വീട്ടിലാകാനും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പോയി പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞ അവര് പായസം വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. കല്യാണം നടക്കൂലല്ലേ? കല്യാണം നടക്കൂലല്ലേ? ചേട്ടാ കല്യാണം നടക്കൂലേ? കല്യാണം നടക്കൂലേ? കല്യാണം നടക്കൂലേ? കല്യാണം നടക്കൂ? കല്യാണം നടക്കും. പണ്ട് ലാൽബാബുന്റെ സ്കിറ്റിനെ ഉള്ളായിരുന്നു. ഇപ്പൊ മുരളിയണ്ണന്റെ സ്കിറ്റിലും തുടങ്ങി പരിപാടി. ഞാൻ കിടന്ന് അടി കൊള്ളണമല്ലോ ദൈവമേ. ചേട്ടാ കല്യാണം നടത്താം. ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പം ആ സാക്ഷികളത്തെ ലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് താലി ആദ്യം കെട്ടാം. അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാം. ഇല്ല, സൈൻ ചെയ്തിട്ട് മതി താലി കെട്ട്. അല്ലല്ല, താലി ആദ്യം കെട്ടാം. സൈൻ ചെയ്തിട്ട് മതി താലി ആദ്യം കെട്ടാം. സൈൻ ചെയ്യാം. കൊന്ന പറയുന്നൊക്കെ താലി കെട്ടിയിട്ട് സാക്ഷി വരുന്നിട്ട് നമുക്ക് സൈൻ ചെയ്യാം. അതെ, താലി കെട്ട്. അവര് വരുമ്പോ സാക്ഷി ഒപ്പിട്ടോളൂ. ടൈം നമുക്ക് ലാഭല്ലേ? താലി കെട്ടിട്ട് കേട്ടാ? അങ്ങനെ താലി കെട്ടാം. താലി കെട്ടിക്കോളൂ. നിങ്ങള് താലി കെട്ടു. കെട്ടിക്കോ. താലി മോളല്ലേ താലി കൊണ്ടുവരാന്ന് പറഞ്ഞ ചേട്ടന്റെ കയ്യിലാ താലി. ആണോ? വലിച്ച് താലി ചീത്ത വിളിച്ച് ഇടിച്ച് കേട്ടു. താലി കെട്ട്. താലി താലി കണ്ടില്ലെന്നാണ് തോന്നണത്. എന്താന്ന്? താലി എടുക്കാൻ മറന്നുപോയി. അപ്പൊ താലി മറന്നോ? അപ്പൊ നമ്മുടെ കല്യാണം നടക്കൂലല്ലേ? നമ്മുടെ കല്യാണം നടക്കൂലല്ലേ? നമ്മുടെ കല്യാണം നടക്കൂലല്ലേ? അയ്യോ അയ്യോ കല്യാണം എവിടെ കിണറ്? ഇവരെ ഞാൻ എടുത്തപ്പോ ഗവൺമെന്റ് പൊട്ടാറ്റോളെ ഒന്ന് പിടിയടാ. ഈ നാറിയെ കൂടെ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കണം. എനിക്ക് ജീവനുള്ളപ്പോ നടക്കൂല. കല്യാണം കഴിക്കാൻ വന്നേക്കണം. കല്യാണം കഴിക്കാൻ ഒരു മനുഷ്യനെ പട്ടി അടിക്കണം ഇവിടെ. 2 ടപ്പിയൊക്കെയാണ് നോക്കിക്കണം. എന്താണ് നീ കാണിക്കുന്നത്? സ്വന്തം കല്യാണം തന്നെ താലികൾ എടുത്തോണ്ട് വരണ്ടേ? താലി പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ? താലിയെന്ന് മറന്നൊന്നുമില്ല. ഇതിന്റെ പേര് താലിയെന്നല്ലേ? പിന്നെ നീ ഇത് കെട്ടാത്തത്? താലി കെട്ടുന്നതിന് മുമ്പ് ഇമാതിരി അടി. താലി അങ്ങാനും കെട്ടിരുന്നെങ്കിൽ അവളെന്നെ അടിച്ചിപ്പോ സ്വർഗത്തിലെത്തിച്ചാൻ അറിയാമോ? അതുകൊണ്ട് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. ഹേ വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. നമ്മളെ കുഞ്ഞു മുതൽ കേക്കില്ലേ കുടുകുടാ ചിരിപ്പിക്ക. എങ്ങനെ ചേച്ചി കുടുകുടാ ചിരിക്കുന്നേ? ചിരി യക്ഷിയുടെ ചിരി അല്ലല്ല. എന്റെ മനസ്സിലെ കുടുകുടാ ചിരി ഒരു ബേസിലുണ്ട് ചിരിയൊക്കെയാണ് എന്റെ മനസ്സിലെ കുടുകുടാ ചിരി. പക്ഷെ ആ സംശയം ഇന്ന് തീരാൻ പോവാണ്. കാരണം നമ്മളെ കുടുകുടാ ചിരിപ്പിക്കാൻ ഷാജി ചേട്ടനും ടീംസും വരുന്നു. അങ്ങനെ അപ്പൊ ഇന്ന് നമ്മൾ ചിരിക്കുന്നതാണ് കുടുകുടാ ചിരി. നിങ്ങളുടെ കുടുകുടാ ചിരി അവിടെ കിട്ടണേ. കാരണം നിങ്ങളുടെ കുടുകുടാ ചിരിയിലെ ബാറ്ററി ചാർജ് ആവില്ല. ചെയ്യണം. അതെ, അതിനാദ്യം ഓൺ ചെയ്യണം. ചേച്ചി ഓൺ ചെയ്ത് തന്നെ. ബാറ്ററി ഓൺ ആയി.
അപ്പം ഇന്ന് നമ്മുടെ ബാറ്ററി കുടുകുട ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കുടുകുട സ്കിറ്റ് ആണ്. അതിനുവേണ്ടി ഷാജി ചേട്ടൻ ടീം इस जगह में आतंकवादियों के बीच मैं एक शेर हूँ. अल्लाह. ബോസ് അതെന്താ ശബ്ദം ഇങ്ങനെ? ജാട വേണ്ട. പറഞ്ഞ പോലെ ഞാൻ MLA തട്ടിക്കൊണ്ടു മിടുക്കൻ, എങ്ങനെ നീ ഇത് സാധിച്ചു? ഞാൻ MLA ഫോണിൽ വിളിച്ചിട്ട് ഇറങ്ങി വന്നു പറഞ്ഞപ്പോ ഏതോ പെണ്ണുങ്ങളാന്ന് പറഞ്ഞ് ഇറങ്ങി ഇനി പോരുന്നു. നിന്റെ കൈ എന്താണ് കെട്ടിവെച്ചിരിക്കുന്നത്? ബോസല്ലേ പറഞ്ഞ തട്ടിക്കൊണ്ട് വരുമ്പോ കൈ കെട്ടിയിടണമെന്ന്. മരത്തലയ അങ്ങേരുടെ കൈ കെട്ടിക്കൊണ്ട് വരണമെന്നല്ലോ പറഞ്ഞത്. നീ എന്നെ പറ്റിക്കായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? എന്തുവാ? മോളി മീശ ഒട്ടിച്ചു വെച്ചോണ്ട് വന്നതാണോ? മോളല്ലോ എന്നോട് പ്രേമം. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരായത്? ഇതിനെ പോലുള്ള വൃത്തികെട്ട ജനപ്രതിനിധികളെ തട്ടിക്കൊണ്ടുവന്ന് വിലപേശുന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് നമ്മൾ. ഏത് ഭീകര സംഘടന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? വേലേപ്പറമ്പിൽ രാഘവൻ സ്മാരക വിപ്ലവ സംഘടന. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചത് രജിസ്റ്റർ നമ്പർ 2000/394. രാഘവൻ മെമ്മോറിയൽ. ആരായി രാഘവനൊക്കെ? എന്റെ അച്ഛൻ. അയ്യോ, അച്ഛന്റെ പേരിലൊക്കെ വിപ്ലവ സംഘടന തുടങ്ങുവോ? അച്ഛന്റെ പേര് കേട്ടാലേ അമ്മ ഭയങ്കര വിപ്ലവം അല്ലേടാ? ഒരു കാര്യം, ഹലോ മിസ്റ്റർ, ഞാനൊരു കാര്യം പറയാം. ഞാനൊരു സാമാജികനാണ്. അയ്യോ, എന്നിട്ട് അതേ നീളത്തിൽ അങ്ങ് വിളിച്ചു പോവാ സാമാജികൻ. ഞാൻ അതല്ല പറഞ്ഞത്, ഞാനൊരു MLA ആണ്. ഈ MLA തട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ ഇവിടെ പോലീസ് കയറി നിരങ്ങും. ബോസ് പറയുന്നത് കേട്ടില്ലേ? ഇവിടെ പോലീസ് കയറി നിരങ്ങുമെന്ന്. ഇവിടെ ഒരു ഈച്ച പോലും കേറത്തില്ല. എന്റെ ദൈവമേ, പുഴു ഈച്ച കയറി നിരങ്ങുന്നിടത്ത് ഒരു ഈച്ച പോലും കേറത്തില്ല. നിനക്കെന്നാടി പ്രാന്താണോടി? സംസാരിക്കരുത്, ഈച്ച വരുന്നുണ്ട്. അയ്യോ, ഈച്ച എന്തേ വരുന്നുണ്ട്? കിടിലങ്ങൾ. ലോകമേ, ഈ ലോകത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്? ഇയാളത് തള്ളിക്കയറി എങ്ങോട്ട് പോകുന്നത്? ഞാൻ പ്രശസ്ത ശാസ്ത്രജ്ഞൻ. അതൊരു നാടൻ പാട്ട് പാടുന്ന പെൺകുട്ടിയല്ലേ? അത് പ്രസീത ചാലക്കുടി. പെണ്ണ് വേഷം മാറി വന്നിരിക്കുന്നതാണോ? എടോ, ഞാൻ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ബ്രിട്ടോളി. എന്റെ പൊന്നു ബ്രിട്ടോളിയേ, ശാസ്ത്രജ്ഞൻ അത് മതി, മറ്റേത് കേൾക്കുമ്പോ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഞാനെന്താ ഡിങ്കനോ? ഓ, ഇത്രയും ചവർ കിടക്കുന്നതിനകത്ത് പിന്നെ കൊണ്ട് ചവർ ഇറക്കുവാന്നല്ലോ. എന്നു പറഞ്ഞാൽ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നിരിക്കുവാന്നത്. തട്ടിക്കൊണ്ടുവരാൻ ഇയാളാരാ? പന്തോ? ഓ, ചവറിന്റെ മണ്ടയ്ക്ക് കൊണ്ട് ചവർ ഇറക്കുവോ? നാട്ടുകാര് പരാതി പറയുമെന്ന്. ഇയാൾ ആരാണ്? ഞാൻ ഇവിടുത്തെ MLA യാ. അപ്പൊ നിങ്ങളോ? ഞങ്ങൾ ഇതിലുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടുവരുന്ന ഭീകര സംഘടനയിലെ കൊള്ളക്കാർ. വെരി ഗുഡ്. നമുക്ക് തമ്മിൽ സംസാരിക്കാം. എന്താ പേര്? ശബ്ദഗാംഭീര്യൻ. കറക്റ്റ്. ഞാനൊരു വലിയ ശാസ്ത്രജ്ഞനാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനില്ലാതെ വായും പൊളിച്ച് ആകാശത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ താങ്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ലോകം കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം താങ്കൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വൈ നോട്ട്? എന്താണത്? ബ്രഷും പേസ്റ്റും. അയ്യോ, ഇത്രയും നാറ്റത്തിന്റെ ഇടയ്ക്ക് ഈ വാട കുമിഞ്ഞു വരുന്നത് സഹിക്കാൻ പറ്റുമോ? മിസ്റ്റർ ശബ്ദേഷ്. നോ 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 നോ. വൺ മിസ്റ്റർ MLA. അവിടെ അപ്പൊ കോമൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ചപ്പു ചവറുകൾക്കിടയിൽ നിന്നും പെട്രോളിയം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ഉദ്യമത്തിലാണ് ഞാനിപ്പോ. ഇതിലെവിടെയോ ലിഥിയത്തിന്റെ ഒരു കൂമ്പാരം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ലിഥിയത്തിനെ തപ്പിയെടുത്തിട്ട് ഞാനിപ്പോ വരാം. നല്ല ശബ്ദം, പോയിട്ട് വന്നൊന്ന് കാണണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തൊരു എന്നെ തട്ടിക്കൊണ്ട് വന്നെന്ന് പറ. ഓ, പല്ല് കളിച്ച് കാണിക്കാനല്ല പറഞ്ഞ, എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നേന്ന്. ബോസിനെ അറിയാവോ? എന്നാ മുത്ത് പോയി ചോദിച്ചിട്ട് വാ. ഹലോ മിസ്റ്റർ, നിങ്ങൾക്ക് എന്റെ പവർ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാനുണ്ടല്ലോ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചാൽ പൈസ കൊടുക്കാറില്ല. ഒരു തുണിക്കട കയറി തുണി മേടിച്ചാൽ ഞാൻ പിന്നെ പൈസ കൊടുക്കാറില്ല. ഓസല്ല ഓസ്. 5 വർഷക്കാലമായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഞാൻ 10 പൈസ കൊടുക്കാറില്ല. ഇതെന്താണെന്ന് അറിയാവോ? തെണ്ടിത്തീറ്റി എന്ന് പറയും.
പവർ എന്നാ പവർ ഹൗസ് പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടിയത്? എന്ത് തരും? എന്റെ ചക്കര ചോദിച്ചാ ഞാൻ എന്ത് വേണമെങ്കിലും തരും. നീ മാറ്. റിലാക്സ്. ഇങ്ങോട്ട് വന്നേ. ഒരു പാക്കറ്റ് സെർലാക്കിന് വേണ്ടിട്ടാണോ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആണോ? താങ്ക് യു. എന്നാ ആ കുരു അങ്ങ് പൊട്ടി. ഞാൻ സംസാരിക്കാം. മനസ്സിലാവാത്തോണ്ടാണ്. 10 lakhs എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ 6 ലക്ഷം. ഒറ്റയടിക്ക് 4 ലക്ഷം രൂപ ഇല്ലയോടെ കളഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തവനെ. Thank you, boss. എന്ത് പറ്റി? അതും പൊട്ടി. ഹലോ മിസ്റ്റർ, എന്നെ തട്ടിക്കൊണ്ട് വന്നെന്നറിഞ്ഞാലേ എന്റെ നാട്ടുകാരവിടെ ഇളകും. എന്തിന്? ഞാൻ അവർക്ക് ഇഷ്ടം പോലെ റോഡുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ കെയർ ഓഫിൽ വീടും വെച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ കലുങ്കുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെയറോഫിൽ മതിലും കെട്ടിയിട്ടുണ്ട്. ഞാനേ പ്രലോഭനങ്ങളിലും പ്രചോദനങ്ങളിലും വീഴാത്ത ഒരു MLA ആണ് MLA രാജേന്ദ്രൻ. ഇലക്ഷൻ സമയത്ത് ഇഷ്ടം പോലെ പണം കൊണ്ടിറക്കി എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കി, ഞാൻ വീണില്ല. ഇഷ്ടം പോലെ മദ്യം കൊണ്ടിറക്കി പ്രലോഭിപ്പിച്ചു, ഞാൻ വീണില്ല. പിന്നെ പെണ്ണുങ്ങളെ ഇറക്കി നോക്കി, അതിൽ ഞാൻ ഒട്ടും വീണിട്ടില്ല. എന്തോ കേറി വാ. എന്തുവോ എവിടെ? ഇല്ല. സാറേ സാറേ അങ്ങോട്ട് നോക്കടാ. അല്ല സാറേ, സാർ ഇവിടെ നിൽക്കുവാണോ? പിന്നെ ഞാൻ ഈ ചവറിനകത്ത് കിടന്ന് ഉരുളണമായിരുന്നോ? സാറേ, സാറിനെ ഒന്ന് കാണാൻ വേണ്ടി സാറിന്റെ ഓഫീസും വീടുമായിട്ട് എത്ര നാളുകൊണ്ട് ഞാൻ നടക്കുമെന്നറിയാവോ? ഒന്നുമില്ലേലും ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അല്ലേ സാറേ ഞാൻ. ഒരാൾ ഇവിടെ നിന്ന് സങ്കടം പറയുമ്പോടാ. എന്നെ അടിച്ചു ഇതുപോലുള്ള വൃത്തിയേട്ടന്മാരെ തട്ടിക്കൊണ്ട് വന്നത് ഇത് ഉപകാരത്തിലാണെന്ന് ഞാൻ പറയുമല്ലായിരുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ വന്ന സങ്കടം പറയുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കട്ടെ. മോള് പറ, എന്തുവാ സാധിക്കട്ടെ? വീഡിയോ വേണ്ട, ഓഡിയോ മതി. എന്റെ ഭർത്താവ് സാറിന്റെ പാർട്ടിക്ക് വേണ്ടി ജനഗാംഭീര ശബ്ദത്തിൽ എത്ര മുദ്രാവാക്യം വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കണക്കായി പോയി ഒരു ഓട്ടം വെച്ചോട്. ഇതിന് ആ ശബ്ദത്തിൽ വിളിച്ച പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ വിളിച്ചായിരുന്നു എല്ലാം സാധിക്കുമായിരുന്നല്ലോ. അയ്യോ, അവരുടെ ഭർത്താവ് വരെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തിച്ച ആളല്ലേ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് സാധിച്ചു കൊടുത്തില്ല? ചാരത്തെ ഷക്കീർ എന്ന് പറഞ്ഞ സാറിന് അറിയോ? ചേരാത്ത നിക്കറെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു, ഊരി പോകുന്ന ഇപ്പൊ ഇടാത്തതാ. സാറിന്റെ പാർട്ടി പ്രവർത്തനായിരുന്നു. ആണോ? പിന്നെ അത്ര പാർട്ടി പ്രവർത്തിച്ച ആളല്ലേ, ആണോ? എന്താ സാധിച്ചു കൊടുക്കാത്തത്? മോള് പറ, എന്തോ വേണം ചെയ്യാൻ ഞാൻ. മോള് പറയുന്നേ. ഇത് ചാണകം മെഴുകി വെച്ചേക്കോല്ല, മീശയാണ് മീശ. നോക്ക്, ഇതൊട്ടും ചേരത്തില്ല. ആണ്ടടാ വരും. ലിഥിയം കണ്ടുപിടിച്ചു. ഇന്ന് ലിഥി എമ്പാട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ ബോസേ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറയുവാ, എനിക്ക് 10 ലക്ഷം രൂപ തരാതെ സാറിന് ഞാൻ ഇവിടുന്ന് വരത്തില്ല. എന്നെ കൊല്ലല്ലേ, പൈസ ഞാൻ തരാം. പൈസ കൊടുക്കാൻ സമ്മതിച്ചടാ. അപ്പൊ നമ്മൾ പൈസ ചോദിക്കേണ്ട രീതി ഇതല്ല. കത്തിയില്ലല്ലോ. വെറുതെ ഒരു തോക്കും കൊണ്ടുപോകാൻ. എന്റെ സെക്രട്ടറിയാ വിളിച്ചോ പറഞ്ഞു. പിന്നെ പറയുമ്പോ 10 ലക്ഷം എന്ന് പറയണ്ട, 15 ലക്ഷം എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ അവര് ചോദിച്ചത്, അപ്പൊ 15 ലക്ഷം. 10 ലക്ഷം ഇവർക്ക്, 5 ലക്ഷം രൂപ എനിക്ക്. അതെന്തുവാ? കമ്മീഷൻ ഇല്ലാതെ ഞാൻ ഒരു പരിപാടിയും ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങൾക്കാ? എന്റെ ചക്കരക്ക് ഉമ്മ. സൂപ്പർ. വേറെ ആരും പറയണ്ട, മോള് പറയും നമ്മളോട് കാര്യങ്ങൾ. ചക്കര പറ, ചക്കര. അയ്യോ, എന്നാ രസമായിരുന്നു അറിയോ? വലിയ ബിൽഡപ്പിൽ വരും. ചക്കര പറ. സുരേഷണ്ണനും വിനോദേട്ടനും കൂടെ ഇവരടുത്ത് വരുമ്പോ ചിരി വരും. ബെസ്റ്റ് കപ്പിൾ. അത് നിങ്ങളുടെ സുരേഷ് ഏട്ടന്റെ ആ ഒരു റൊമാൻസ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു, നല്ലൊരു എനർജി ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ചേച്ചി സത്യം ഒറ്റയ്ക്ക് നിന്ന് കേട്ടോ അല്ലേ? ഇപ്പൊ ഫുൾ ടൈം ചിരിക്കാൻ തന്നെയാണല്ലോ ടൈം. മറ്റേ ചിരി പേടിച്ചിരുന്ന ആളാ, ഇപ്പൊ ഫുൾ ടൈം ചിരിയാ. ചേച്ചിയുടെ നമുക്ക് ഭയങ്കര സന്തോഷം. കാര്യം അവര് ആദ്യമായിട്ട് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോറിൽ വരുന്നു, കുറെ സ്കിറ്റ് ചെയ്യുന്നു, അതിനുശേഷം ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പൊ നിന്ന് പെർഫോം ചെയ്യുന്നു. അടുത്ത ചേച്ചി സിനിമയിൽ അഭിനയിക്കും. അതെ.
പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് പോസിറ്റീവ് വൈബോടെ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്. ബാ. ഇത് ഇനി കൂട്ടണം. നമുക്ക് ഇതുവരെ ഒരു 75,000 ആരും അൺലോക്ക് ചെയ്തിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതെ, ആരത് അൺലോക്ക് ചെയ്യും അല്ലെങ്കിൽ ആരാണ് അത്രയും വലിയൊരു എമൗണ്ട് അടിക്കാന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ്. സുരേഷണ്ണനെ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോ പെട്ടെന്ന് നമ്പ അടിച്ച്. ഈ പെൺവേഷത്തിൽ വന്നാൽ ചിലപ്പോൾ 75,000 അടിക്കും. നോക്കണം. വിട്ടു തരൂല്ല. അതിനിവിടെ അതൊക്കെ വെറൈറ്റി വരും കാലം. അല്ലെങ്കിലും കറക്റ്റിലായിരുന്നു ഒരു പെൺവേഷം വേണമെന്ന് പറഞ്ഞു. ശരി, അപ്പൊ എന്തായാലും ചൂടോടെ തരുന്നു. ₹50,000 credited successfully. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നാട്ടുകൂട്ടം, നിങ്ങൾ ഈ ഡാൻസ് കോമ്പറ്റീഷൻസിനൊക്കെ പോവാറില്ലേ? പോറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൽ ഒരു ചിരി മത്സരമുണ്ട്. നമുക്കറിയാം നമ്മുടെ ബാറ്ററി സ്കിറ്റ്. നമ്മൾ പോകുന്നതും ബാറ്ററി സ്കിറ്റിലേക്കാണ്. ചേച്ചി, നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ അവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അപ്പുപ്പൻ കൊച്ചുമക്കൾ കോമ്പിനേഷൻ ഉണ്ട്. ഒരുപാട് നാൾക്ക് ശേഷം അവരിവിടെ വരാൻ പോവുകയാണ്. നമ്മുടെ പത്മകുമാർ മാഷും കുഞ്ഞാറ്റയും ഉണ്ണിക്കുട്ടനും. ഓക്കെ, അപ്പൊ നമുക്ക് അവർക്ക് അവരുടെ ബാറ്ററി ഓൺ ആക്കി കൊടുത്താല് they are ready to perform. Okay, battery on. Yes. അപ്പൊ all the best. Thank you. ഹലോ, വക്കീൽ ജിൽജിൽ ഗോപിയാണ്. ആണോ? എന്നാ ശരി, ഓക്കെ. കളിയാക്കിയതല്ലെന്നേ, ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തപ്പോഴേ മെസ്സേജ് വന്നില്ല. എന്റെ മെസ്സേജ് എന്റെ ഫോണിലേക്കാണോ വരുന്നത്? അതല്ലെന്ന്, മെസ്സേജ് വരാത്തപ്പോ കടക്കാരൻ പറഞ്ഞു വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ. അങ്ങനെ വിളിച്ചതാണ്. തനിക്ക് എന്നെ മാത്രമേ വിളിക്കാൻ കിട്ടിയുള്ളൂ. സാറവിടെ വേറെ പണിയൊന്നുമില്ല ഇരിക്കുവല്ലേ? എന്നാ വെക്കട്ടെ. അവൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നും. എന്റെ വീട്ടിലെ മിറ്റ് പഠിക്കുന്നതും പാത്രം കഴുകുന്നതും പെണ്ണുപിള്ളയുടെ തുണി അലക്കുന്നതും ഒക്കെ ആരാന്ന് അവന്റെ വിചാരം. വക്കീലേ, ഞാൻ കേസ് വായിച്ച് തോറ്റ ആരാണ് തല്ലാൻ വരുന്നേ? എങ്ങോട്ട് ഓടും? എവിടെ ഒളിക്കും? ആ ഒരു കാര്യം ചെയ്യ്, കോട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കാം. വക്കീലേ, വക്കീലേ, വക്കീലെ കോട്ട് ഒരു കസ ഇട്ടത് എവിടെ പോയി കിടക്കുവാ? ഞാൻ സാറ്റ് കളിക്കാൻ വന്നാലോ? റൂട്ട് മാറ്റുന്നു. എത്രയാണ് സ്കിറ്റ് മാറ്റിയെന്നറിയോ? പിന്നെ ഞാൻ റൂട്ട് മാറ്റി. എന്റെ വക്കീലെ, ആദ്യം കോട്ടൊന്നിട്ടേ. അല്ലേലേ കാണുന്നവര് വിചാരിക്കും കൊച്ചു കുഞ്ഞാന്ന്. ഈ കാലെനിക്ക് വേണം, ഈ കാലെനിക്ക് വേണം. വക്കീലെ, ഈ കാലെനിക്ക് വേണമെന്ന്. അയ്യോ, എന്നാ ആ കാല് വേണം. എന്തൊക്കെ ആയാലും എനിക്ക് ഈ കാല് വേണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? താൻ എന്തിനാ വന്നേ? താൻ എന്തിനാ വന്നേന്ന് വാ തുറന്ന് പറ. വാ തുറന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ കളിയിൽ തോക്കാൻ. പോയല്ലോ. അതെ, ഞാൻ പാലായിന്ന് വരുവാ. പ്ലാവിലെ കറിയാ. പാലയിലേക്ക് പ്ലാവിലാണോ കറി കൊടുക്കുന്നത്? ഇടയ്ക്ക് പ്ലേറ്റില്ല. ഞാൻ എന്റെ പേരാ പറഞ്ഞ. പ്ലാവിലെ വീട്ടിൽ കറിയാ കുട്ടി. പ്ലാവിലെ വീട്ടിൽ ആട്ടുംകുട്ടി. ആട്ടുംകുട്ടിയോ? ഈ പ്ലാവിലെ കടിച്ചു പിടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ച ആട്ടുംകുട്ടിയാണ്. ഒരു മിനിറ്റ്. ജിൽജിൽ ഗോപി MALLB. LLBയുടെ ബി മാത്രമുള്ള 2 L എവിടെ പോയി? പെണ്ണുമ്പിള്ളക്ക് കഴിഞ്ഞ ആഴ്ച ലേണേഴ്സ് കിട്ടി. ഇതിന് 2 L എടുത്തോളൂ വണ്ടിക്കകത്ത്. ഈ എല്ലാം എടുത്താണോ വണ്ടിയെ വെക്കുന്നത്? അല്ലെങ്കിൽ അവൾ എന്തെല്ലാം ഇരിക്കോളൂ. മിസ്റ്റർ ജിഞ്ചർ കോഫി. അതെന്താ അങ്ങനെ ഒരു പേര്? എല്ലാ കാര്യത്തിനും നിൽക്കാൻ വേണ്ടി അച്ഛനിട്ട പേരാ ജിൽജിൽ. അപ്പൊ ഈ ഗോപിയോ? ഞാൻ എന്ത് ചെയ്താലും അതാ. വക്കീല്, ഈ വഴി കാണിച്ചു കൊടുക്കുന്ന തെറ്റാണോ? ഒരിക്കലല്ല. എന്നിട്ടേ ഒരുത്തൻ ഞാൻ വഴി കാണിച്ചു കൊടുത്ത് തെറ്റിപ്പോയെന്നും പറഞ്ഞു അവൻ എനിക്കെതിരെ കേസിന് പോയേക്കുവാ. അപ്പൊ അത് വെറും കേസല്ല, വഴിതെറ്റി വന്ന കേസാണല്ലേ. എന്താ പറഞ്ഞേ? അല്ല, വഴി കാണിച്ചു കൊടുക്കുന്ന ആളല്ലേ. എനിക്ക് കോടതിയിലേക്ക് വഴി കാണിച്ചിരുവോ?
എന്റെ വക്കീലെ നേരെ അങ്ങോട്ട് പോയാലേ അത് കോടതിയിലേക്കുള്ള വഴിയാ. അയ്യോ ആ വഴി പോകാൻ പറ്റൂല. അതെന്നാ? ആ കോലും നടുവിൽ നിൽക്കുന്നവരെ കണ്ടോ? ഞാൻ കേസ് വായിച്ച് തോറ്റാരാ. ഞാൻ അതിന് പോകുമ്പോഴേ എന്റെ കാലിൽ ഓടിക്കാൻ നിൽക്കുന്നവരാ. എന്തൊക്കെ ആയാലും വക്കീൽ ഇത് ഏറ്റെടുക്കണം. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. അതെന്തിനാ? എട്ടെടുക്കുന്നു പറഞ്ഞു. വക്കീൽ ഇത് ഏറ്റെടുത്ത് കേസൊന്ന് ഒത്തുതീർപ്പാക്കണോന്ന്. താൻ വഴി തെറ്റിച്ച് പറഞ്ഞ ആളെ ഇങ്ങ് വിളി. ഇങ്ങനെയൊന്നും വിളിച്ചാലും അവൻ വരത്തില്ല. ആ, പിന്നെ ഇങ്ങനെയൊന്ന് വിളി. അതല്ലെന്ന് അവൻ പറഞ്ഞേലേ ക്യാരറ്റ് കാണിക്കണം. ക്യാരറ്റ്. ക്യാരറ്റോ? ആ വക്കീല് കണ്ടു ഇപ്പം. മോട്ടു ഇത് കണ്ടോ? ഹായ് മിടു മിടു മിടുക്കെന്നു എലച്ചൻ മടി 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 എന്നതയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി മിടു മിടു മിടുക്കെന്നു എലച്ചൻ മടി 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 എന്നതയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. കിട്ടിപ്പോയി കിട്ടിപ്പോയി. എന്താടാ വേണ്ടത്? ഒരു മിണ്ടാപ്രാണി ഇങ്ങനെ തീറ്റ ചോദിപ്പിക്കാൻ പാടുണ്ടോ? ഒരു മിനിറ്റ് തടയും കളയല്ലേ. തിന്നാൻ തുടങ്ങല്ലേന്ന്. അതല്ല സ്കിറ്റ് തടയും കളയല്ലേന്ന്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഈ സ്കിറ്റിന്റെ റിഹേഴ്സലിനോ ഷൂട്ടിനോ ഒരു മൃഗത്തെ ഉപദ്രവിച്ചിട്ടില്ല. ഇതെന്താ എങ്ങനെ ഒരു ബോർഡ്? കേസല്ലേ ഈ ബോർഡ് വെച്ചില്ലേ? ഇത് വേറെ കേസോ? ഇങ്ങോട്ടും എപ്പോഴും കിഴങ്ങ് തന്നെ അല്ലേ? അല്ല ഇടയ്ക്കിടയ്ക്ക് ഇലയും കഴിക്കും. അതല്ല ഞാൻ തന്റെ കാര്യമാ പറഞ്ഞ ഒരു കിഴങ്ങനാണല്ലോന്ന്. വക്കീലേ വക്കീലേ കോട്ടിട്ടിട്ട് മനസ്സിലായില്ല വക്കീലാന്ന്. ഞാൻ എന്റെ മാളത്തിലേക്ക് വഴി തപ്പി നടന്നപ്പോ എന്റെ വഴി ആരെങ്കിലും എടുത്തോണ്ട് പോയാ? അതല്ലെന്ന് വഴി തപ്പി നടന്നപ്പോ ഈ കിളവൻ എനിക്ക് ഒരു വഴി കാണിച്ചു. അത് കാണിക്കുമല്ലോ കേൾപ്പിക്കുമല്ലേ? അയ്യേ അതല്ല വഴി വഴി. ഓ അത് എന്നിട്ട് ആ വഴി ഞാനിന്ന് കേറിയതോ ഒരു സിംഹത്തിന്റെ മടയിൽ. സിംഹത്തിന്റെ മടിയിൽ? മടിയല്ല മടയിൽ. എടാ മണ്ട അവനക്ക് സംഗീതവും കൂടെ പഠിച്ചിട്ട് പോരാൻ മേലായിരുന്നോ? ആരെന്നവനെ കണ്ടിട്ടില്ലായിരുന്നു. ഫസ്റ്റ് സിംഗ് എന്നിട്ട് എന്നെ കടിക്കാൻ ചാടി വന്നതും ഇക്കിലിട്ട് ഞാൻ ഓടി. എന്നിട്ട് സിംഗ് ചിരിച്ചോ? ഇല്ലെന്നേ വെപ്രാളത്തിലേ എന്നെ തന്നെ ഇക്കിലിട്ടെ. മണ്ടൻ മരമണ്ടൻ. ഇയാള് തിരിയട്ടാ തോന്നൂല. ഞാൻ ഇയാളെ ഇക്കിലിട്ട്. വക്കീൽ ഇത് കേക്കണം. ശരിയോ? അല്ലെന്ന് ഞാൻ പറയുന്ന കേക്കണോന്ന്. എനിക്ക് കേൾവിക്ക് ഒരു കുറവുമില്ല. താൻ വാ തുറന്ന് വല്ലതും പറഞ്ഞാലേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഈ വാ തുറപ്പിക്കല്ലേ മണ്ടത്തിന് ഇപ്പൊ വിളമ്പി വെക്കും. വക്കീലെ എന്നോടുള്ള വിരോധം കാരണമേ ഞാൻ എന്ത് കൃഷി ചെയ്താലും ഈ മുയല് കട്ട് തിന്നുവന്നു. ഞാനേ ക്യാരറ്റ് കൃഷി ചെയ്തു. അതല്ലെന്ന് ക്യാരറ്റ് കൃഷി ചെയ്തെന്ന് അത് ഈ മുയല് കട്ട് തിന്നു. പിന്നെ ഞാൻ വെള്ളരി ഇട്ടു, അതും കുളവാക്കി. അതെ തീ കുറച്ചിടുന്നായിരുന്നു. വെള്ളരിക്ക് അത്ര വേവില്ല. വെള്ളരിക്ക. പിന്നെ ഞാൻ കപ്പ കൃഷി ചെയ്തു, അത് കറണ്ട് തിന്നു. ഞാൻ പറഞ്ഞില്ലേ വാ ഉറപ്പിക്കില്ലെന്ന്. മണ്ടത്തിൽ വിളമ്പി വെച്ചേക്കുന്നു. ഈ മുയല് കപ്പ തിന്നുവോ? മുയല് കപ്പ തിന്നത്തില്ല, പക്ഷെ കട്ട് തിന്നും. അതല്ലെന്ന് അവൻ എലീനെ വിളിച്ചോണ്ട് വന്ന് അത് കട്ട് തിന്നതാ ഞാൻ പറഞ്ഞു. ആര് എലീന പഠിക്കലോ? അല്ലെന്ന് ഒരു തെരപ്പനലി. ബീട്രൂട്ട് കറി അത് പറഞ്ഞപ്പോഴത്തെ മുയലിങ്ങനെ ഇത്ര വെളുത്തിരിക്കുന്നേ. ഞാൻ ക്യാരറ്റ് ആണ് കഴിക്കുന്നത്, അതിലാണ് വൈറ്റമിൻ സി ഉള്ളത്. ദേഹം വെളുക്കാൻ അതാ ബെസ്റ്റ്. ഞാൻ ചോറ് മാറ്റി ക്യാരറ്റ് ആക്കിയാലോ? അറിയാവോ ചേച്ചിയുടെ ആനയൊക്കെ ക്യാരറ്റ് കഴിക്കുന്നേ. ചേച്ചിയുടെ ആനയോ? ചേച്ചിക്ക് ആനയുണ്ടോ? അതല്ലെന്ന് ചേച്ചിയും ഡയാനും ഒക്കെ ക്യാരറ്റ് കഴിക്കുന്നേ. വെറുതെ അല്ല രണ്ടുപേരും വെളുത്തിരിക്കുന്നേ. എന്റെ വക്കീലെ ഈ കള്ളമുയലിന്റെ വർത്താനം കൊണ്ട് നിൽക്കാതെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കും. ഒരു തീരുമാനവും ഇല്ല. കേസ് കൊടുത്ത് കോടതിക്ക് ആയിരുന്നു തക്ക ശിക്ഷ മേടിച്ചായിരുന്നു. അയ്യോ കുറെ നേരം യവൻ തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്നവർ അതിലുള്ളൂ കേട്ടോ. ഞാൻ ആരാന്നറിയാമോ നിനക്ക്? തലയിരിക്കുമ്പോ വാലാടരുത്. വക്കീലിലേക്കുമ്പോ പ്രതി ആടണ്ടെന്ന്. എന്റെ പൂത്ത കാശുണ്ട് അറിയാവോ? എന്റെ മോനെ ലോകം അറിയപ്പെടുന്ന സയന്റിസ്റ്റാ. എന്റെ മോള് പ്രഗത്ഭയായ ഡോക്ടറും. ഞാനും അത്ര മോശക്കാരൊന്നും അല്ല. പുലിമുരുകിലെ പുലി എന്റെ ഫ്രണ്ടാ. സിംഹത്തിൽ സിംഹവും എന്റെ ചങ്ക്. അതെ ചന്തിൽ ആദ്യമായി കാലത്തി ഞാനാ. എന്തൊരു തള്ളാ തള്ളുന്നേ. നിങ്ങൾക്ക് ഇത്രയും തള്ളാമെങ്കിൽ എനിക്കും ചെറിയ തള്ളക്ക് തള്ളാം. എന്റെ വക്കീലെ ഈ കേസൊന്ന് ഒത്തുതീർപ്പാക്കി തരുവാണേലേ ഞാൻ വക്കീലിന് വേറെ കേസ് പിടിച്ചു തരാമെന്നു. വക്കീലുള്ള മെഗാഷ നടത്തുമല്ലേ?
ഇങ്ങോട്ട് വന്ന്. അതെ, ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കി തരുവാണെങ്കിൽ വക്കീലിന് ഞാൻ ഒരു കുത്തുകേസ് സെറ്റാക്കി തരാന്ന്. കുത്തുവെച്ചുണ്ടല്ലോ ചോര കൊണ്ട് ഞാൻ തല കറക്കും. അതെങ്ങനെ വാദിക്കുമ്പോ ചോര കാണുന്നേ? വാതിക്കാൻ തോക്കൂലോ അപ്പാരനെ കുത്തൂലോ അപ്പാരെ കാണൂലോ അങ്ങോട്ടല്ല ഇറങ്ങൂന്നാ പറഞ്ഞേ. രണ്ടും കൂടെ കൊലുക്ക് കൊടുക്കാൻ ഇറങ്ങിയേക്കോല്ലേ? എന്നതായാലും ഇരിക്കുന്ന നീതിയാണോ? ഇത് വീട് പരിഹാരമല്ലോ. പലഹാരമല്ല പരിഹാരം. തന്റെ ഫോണും വന്നേ. ഇതാ തന്റെ നീതി. മൊബൈലോ? ഇനി ആരോടും വഴി ചോദിച്ചു നിന്നേക്കരുത്. ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ട്. അത് കൃത്യമായ വഴി പറഞ്ഞുതരും. മനസ്സിലായോ? താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനും മറക്കില്ല വക്കീലെ. ആരും. അയ്യോ, എന്ത് പറ്റി? ആദ്യമായി തള്ളിയിട്ടാതെ ഒരു കേസ് പരിഹരിച്ചു. സന്തോഷം. Good bye. വാക്കിൽ നിൽക്കാതെ പിടിക്കടാ. അയ്യോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവരെ 3 പേരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വീണ്ടും ഞങ്ങൾക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. ബിക്കോസ് ലാസ്റ്റ് ടൈം മോന് സുഖമില്ലാതെ വീഡിയോയില് വന്ന് മോള് ഭയങ്കര ഇമോഷണൽ ആയി. ആൻഡ് അന്ന് അപ്പൂപ്പന്റെ മക്കളുടെ പറ്റി സംസാരിച്ച് അവര് എബ്രോഡിലാണ് ഇപ്പൊ പോവാനായി. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാറ്റയ്ക്ക് ഇത്രേ വലിയൊരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അത് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല അപ്പൂപ്പനും നന്നായിട്ട് വിളയാടി പെർഫോമൻസ് ചെയ്തു. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. എന്തൊരു ടാലന്റ് ആണ് ഇവരെല്ലാവർക്കും. ഇനി മോള് വരുമ്പോഴേ മോള് ഞങ്ങള് 3 തലമുറയുടെ സ്കിറ്റ് കളിക്കാൻ പോകാൻ. അതാണ് അല്ല അതൊക്കെയാണ്. മമ്മി പറഞ്ഞു ശ്വേതാ മാമിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പൊ അയർലൻഡ് വരണ്ടേ മോളെ? അപ്പൊ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാട്ടാ. ഫോട്ടോ എടുക്കല് മാത്രല്ല, മമ്മിയുടെ ആദ്യം ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ പെർഫോം കൂടെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മമ്മിയുടെ പറഞ്ഞ് വിസയും ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. അറിയോ മമ്മീനോട്? മമ്മിയെ കാണാൻ കൊതിയായോ? ഞങ്ങൾക്കും കൊതിയായി. കാരണം ഇങ്ങനെ മമ്മിയുടെ കാര്യം പറയുന്നല്ലേ ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ ഇനി വരുമ്പോ മമ്മി എടുത്ത് പറയണം വേഗം വാ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്ന്. മുഖത്തിനേക്കാൾ വലിയൊരു വിഗും അല്ലേ? കുഞ്ഞാറ്റെ ഒന്ന് ശ്രദ്ധിച്ചു, ശ്രീനിയേട്ടന്റെ ഒരു കുഞ്ഞ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇവർ ഈ പെർഫോം ചെയ്തതിന് എത്രത്തോളം ബാറ്ററി നമ്മൾ ചിരിച്ച് ചാർജ് കയറ്റി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്ന്. മോഞ്ഞു കുഞ്ഞ് ബാ. കുഞ്ഞാറ്റ് നോക്കുകയാണെ ഇത് ഏത് എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം അവൾക്ക് 15,000 എന്താന്ന് മനസ്സിലായില്ല. അവളിങ്ങനെ നോക്കുക. ഉടനെ അപ്പൂപ്പൻ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി 15,000 റുപ്പീസ് നമുക്ക് വേണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ചേച്ചിനോട് പറഞ്ഞ് ഇട്ട് തരാവോന്ന്. ചേച്ചി തരാൻ പറഞ്ഞേ. ചേച്ചി പൈസ തരാവോ? ചക്കരെ തരാടാ. ബാങ്ക് ഓഫ് ബോംബെന്ന് കിട്ടിയിരിക്കുകയാണ് 15,000 റുപ്പീസ്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. നല്ല സ്കിറ്റുകളായിരുന്നു. നിങ്ങൾ നന്നായിട്ട് ചിരിച്ചില്ലേ? എരുമേലിന്ന് ഇവിടെ വരെ വന്നിട്ട് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. കിടിലായിട്ട് ചിരിച്ചില്ലേ? എന്നാ ഇനി കുറച്ച് ജനറൽ നോളജിലേക്ക് പോവാം. തീ പിടിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. പെട്രോള്. ഒരിടയ്ക്ക് പെട്രോൾ ആയിരുന്നു ട്രെൻഡിങ്. പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് വേറെയാണ്. ആള് മാറി. ഇപ്പൊ തീ പിടിച്ച വില, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലക്ഷങ്ങൾ കൊയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താണെന്നറിയോ? ഗോൾഡ്. പക്ഷേ ഈ സ്വർണത്തിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റാ. ബാങ്കിലൊക്കെ നല്ല ഇൻട്രസ്റ്റ്. സ്വർണത്തിന് മാത്രമല്ല സ്വർണം എന്നുള്ള പേരുള്ളത്. മറ്റ് ചില വസ്തുക്കൾക്കും സ്വർണം എന്നുള്ളൊരു പേരുണ്ട്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നീല സ്വർണം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ആർക്കെങ്കിലും അറിയോ? നീലപ്പൊന്മാൻ. നീലപ്പൊന്മാൻ. ആരാ പറഞ്ഞ നീലപ്പൊന്മാൻ? ഉത്തരം തെറ്റാ കുഞ്ഞേ. നീലത്തീമീങ്കലം. ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വെള്ളം. വെള്ളത്തിന് പറയുന്നത് നീല സ്വർണം എന്നാണ്. അതെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാ? കടലിൽ. അപ്പൊ കടൽ. പക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ആദ്യത്തെ അറിവായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ വെള്ളം എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയുണ്ട്. ഈ കറുപ്പ് കളറുമായിട്ട് ബന്ധപ്പെട്ട് കറുപ്പ് സ്വർണം എന്നറിയപ്പെടുന്നത് പെപ്പർ, ബ്ലാക്ക് പെപ്പർ അല്ല, കുരുമുളക്. പക്ഷെ ഇവിടെ എനിക്ക് ഉത്തരം ആദ്യം കേട്ടത് ആ സൈഡിൽ നിന്നായത് കൊണ്ട് ഞാൻ ഒരു പോയിന്റ് അവർക്ക് കൊടുക്കുവാണ്. ഓക്കെ, എങ്കിൽ നമുക്കിനി മത്സരം ഗംഭീരമാക്കാൻ പോവാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാ വരുന്നു. ഒഴുകുന്ന സ്വർണം. പുഴ. ഒഴുകുന്ന മെർക്കുറി. ഏതാണ്? മെർക്കുറി.
ലോക്ക് ചെയ്യട്ടെ? ഇവിടെ ഉത്തരങ്ങളുണ്ടോ? ഇല്ല. സോ ക്യൂട്ട്. ഒഴുകുന്ന മെറ്റൽ ആണ് മെർക്കുറി, പക്ഷെ ഇത് ഒഴുകുന്ന സ്വർണ്ണമാണ്. ക്ലൂ ശരി. ഇത് ഇല്ലാണ്ട് നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റും. സോൾട്ട്, ഫുഡ്. ശ്രീവിദ്യക്ക് ഫുഡാണ്. ഡയനയ്ക്ക് എന്താണ്? അമീനോ? ഓക്സിജൻ. ദ ആൻസർ ഇസ് പെട്രോളിയം. ഓ അത് കറക്റ്റ് ആണ് കേട്ടോ. ശരി, എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണേ. ചുമന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? മർക്കുറി. അതാണ് ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് സാഫ്രൻ. മറ്റേ കശ്മീർ. അല്ലല്ല, കുങ്കുമമാണ്. ഓക്കെ, ലോക്ക് ചെയ്യാവേ. എന്താ അഖിൽ പറഞ്ഞ? എന്തായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല. കൈ നോക്കിയായിരുന്നു. അത് ഞാൻ ചേച്ചി എന്താ പറഞ്ഞെന്ന് ചേച്ചി ചോദിച്ചത്. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചുവന്ന സ്വർണ്ണോ? എന്നാ പഠിച്ചു വെച്ചോ. ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് മഞ്ഞൾ. അല്ല, രക്തചന്ദനം. അല്ലല്ല, കശ്മീർ കുങ്കുമപ്പൂ. ചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഗുഡ് വൺ. ചേച്ചി ഫുൾ കോൺഫിഡൻസ്. എന്താ? അല്ല, അതെന്താ പറയാ, ബിക്കോസ് ബിക്കോസ് അച്ഛൻ എയർഫോഴ്സിലാവുമ്പോ അച്ഛൻ കാശ്മീരിന്ന് ഇത് കൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇതാണ് സ്വർണം വിലയാണ് എന്നൊക്കെ പറഞ്ഞു. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് പച്ചവെള്ളം. തെറ്റായ ഉത്തരം. ഞാൻ പറയാം. ഏലക്ക. പച്ച സ്വർണം വിടൂല. ബാംബു. ഏത് ബാബു? എവിടെയുള്ള ബാബു? അവൾ ആ പച്ചയില് പിടിച്ചോണ്ടാണ്. ഏലക്ക കിട്ടി, ബാംബു കിട്ടി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എരുമേലിക്കാർക്ക് എന്തായാലും ഇത് പറയാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. തേയിലയാണോ? തേയിലയിലില്ല, പക്ഷെ ഐസ്ക്രീമിലുണ്ട്. വാനില ആരാ പറഞ്ഞേ? നിങ്ങൾ ഒരു ടീമാണ്. ബട്ട് ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റ് ഗോൾഡ്. പ്ലാറ്റിനം. ഹലോ, തർജ്ജമിക്കാനല്ല പറഞ്ഞത്, ഉത്തരം പറയാനാണ് പറഞ്ഞത് താങ്കളോട്. കുമ്മായം. അല്ല, ലോക്ക് ചെയ്യുവാണ്. I have platinum tooth. ഓക്കെ, സോ പ്ലാറ്റിനം ആണോ പറയേണ്ടത്? സിൽവർ. ലൈംസ്റ്റോൺ. ഗൈസ്, ഒരാള് കുമ്മായം പറഞ്ഞിരിക്കുകയാണ്, ശ്വേത ചേച്ചി പ്ലാറ്റിനം പറഞ്ഞിരിക്കുകയാണ്. ഇനി മക്കളെ, നിങ്ങള് എരുമേലിക്കാർ കമാൻ. വെളുത്തുള്ളി. ക്ലൂ തരാൻ പറ്റുമോ? വെളുത്തുള്ളി അല്ല. അതാണ് അതൊരു നല്ല ക്ലൂ അല്ലേ? ഞാൻ അവർക്ക് ഹോപ്പ് കൊടുക്കുന്നില്ല. വേറെ എന്തെങ്കിലും പറ. ശരി, ഉത്തരം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയില്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ചേട്ടന്റെ കുമ്മായ. ചേട്ടന്റെ കുമ്മായോ? പ്ലാറ്റിനം. യെസ്, പ്ലാറ്റിനം ഇസ് ദ റൈറ്റ് ആൻസർ. ഞാനാണ് ആദ്യം പറഞ്ഞത്. ഡയാനയാണ് ശരിയായിട്ട് ഉത്തരം പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമില് ആ ടീം തന്നെയാണോ ജയിച്ചിരിക്കുന്നത്? 2 എണ്ണം അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇല്ലേ? ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, നിങ്ങൾക്കറിയില്ല. രണ്ടുപേരും അവിടെ വെറുതെ ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ GK കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ നോവിച്ചേട്ടൻ ഒന്ന് ശ്വാസം വിടാം. അല്ല ചേച്ചി, നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ പിള്ളേരുടെ നമ്മള് അത് ഉത്തരം വിളിച്ചു പറഞ്ഞാൽ മോശമല്ലേ? അവര് മത്സരിക്കായിരിക്കണവരുണ്ട്. അറിയാന്ന് പറഞ്ഞു പഠിക്കുന്ന പിള്ളേരെ പോലെ അതങ്ങനെ ചെയ്യൂല. നമ്മളൊരു മത്സരത്തിന്റെ രീതിയിൽ പോകണം. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എരുമേലിയിലെ സ്വർണ്ണ കുഞ്ഞുങ്ങൾക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ കിടിലം സ്വർണ്ണങ്ങൾക്കും ഒരു ബായ് പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഒരു സ്വർണ്ണ ഗുഡ് നൈറ്റ്. ഗോൾഡൻ ഗുഡ് നൈറ്റ്. ഗോൾഡൻ ഗുഡ് നൈറ്റ് ഗൈസ്.